സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ കേരളത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, നല്ലൊരു മനസ്സാക്ഷിയുള്ള ഉദ്യോഗസ്ഥൻ, പാവങ്ങളെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു. അതിലൂടെ ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങൾക്കും അനാഥമായി. സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിൽ ഒത്തിരി ദുരൂഹതകളുണ്ട്. അതിൻ്റെ സത്യം കണ്ടെത്തലിനായി ഈ നിമിഷം വരെയും ആ ഭാര്യ പല കോടതികളിലും കയറിയിറങ്ങിയെങ്കിലും വ്യക്തമായ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയിലേക്ക് അവർക്ക് എത്തപ്പെടാൻ ഗവൺമെൻറ് തലത്തിൽ ആരും ഒരു ഒത്താശയും ചെയ്തില്ല. കാണുന്നവരെല്ലാം അതിൽ ഒരു കഴമ്പുമില്ല, അത് സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഉഡായിപ്പുകൾ പറഞ്ഞു അവരെ നിരാശയാക്കി മടക്കിവിടുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ സംശയം നിൽക്കുന്നത് ഒരു PP ദിവ്യ എന്നുള്ളൊരു CPMൻ്റെ ഒരു പ്രവർത്തകയും അന്നത്തെ കണ്ണൂർ കളക്ടറായിരുന്ന ഒരു പ്രശാന്താണ്, ഞാൻ ഓർക്കുന്നില്ല, ആ കളക്ടറും കൂടെ ചേർന്ന് മെനഞ്ഞ ഒരു കുറേ കഥകളുണ്ട്. അതിൽ അവസാനം ഇദ്ദേഹം ട്രാൻസ്ഫറായി സ്വന്തം നാട്ടിലേക്ക് പോകുന്ന അന്ന് ഒരു ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. പല സംശയങ്ങളും അതിലുണ്ടായി. ആ സംശയങ്ങളെ ഒന്നും ദൂരീകരിക്കാൻ ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിക്കും സാധിച്ചിട്ടില്ല. CPMൻ്റെ മുതിർന്ന നേതാക്കന്മാരും പ്രശാന്ത് എന്ന മറ്റൊരു വ്യക്തിയും ഈ PP ദിവ്യയും ഈ കളക്ടറൊക്കെ ചേർന്നൊരുക്കിയ വലിയൊരു കെണിയായിരുന്നു. സ്വന്തം ഭർത്താവിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലാകരുത്, കോഴിക്കോടിലോ മറ്റെവിടെയെങ്കിലും ആകാമെന്ന് അവർ ഫോണിൽ കൂടി സന്ദേശം അയച്ചെങ്കിലും കളക്ടർ വലിയ ഇൻട്രസ്റ്റ് എടുത്ത് അതിവേഗം ആ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി അവിടെ എത്തിക്കുകയും അവിടെ പല ഉഡായിപ്പുകളും പലതും കാണിച്ച് പലരും പല പ്രോമിസ് ചെയ്ത് കണ്ണുനീരൊക്കെ കാട്ടി ആ പാവം സ്ത്രീയെ, ആ വിധവയെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. ഇതുവരെയും അതിനൊരു ഫലം കണ്ടെത്തിയില്ല. എന്നാലും ആശാവഹമായ ഒരു വിവരമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും നമ്മുടെ പുതിയ ചീഫ് മിനിസ്റ്റർ VD സതീശൻ അവരുകളെ സന്ദർശിക്കുകയും ആ വിധവയുടെ ആവശ്യം സവിനയം കേൾക്കുകയും നിയുക്ത ചീഫ് മിനിസ്റ്റർ ഉടൻ തന്നെ അതിന് വേണ്ട ഒരു പുനരന്വേഷണത്തിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്ത് അതിൽ വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്, സന്തോഷിക്കുന്നു. കേരളമാകെ ഈ കേസുമായി അറിയുന്ന എല്ലാവർക്കും ഇതൊരു സന്തോഷ വാർത്തയാണ്. കാരണം ഈ സത്യം ഒരിക്കലും മരിക്കില്ല. സത്യം അറിയുന്നത് ഒത്തിരി വൈകിയായിരിക്കും. കാപട്യവും അസത്യമൊക്കെ ആദ്യമേ സത്യം പോലെ കാണിക്കും. അതിന് ആയുസ് വളരെ കുറവായിരിക്കും. പോയ LDF ഗവൺമെൻറ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് വേണ്ടി യാതൊരു വിശദമായ അന്വേഷണത്തിന് തുനിഞ്ഞില്ല. അവർ തട്ടിക്കൂട്ടിയ കുറച്ച് ഏജൻസികൾ, കുറേ പോലീസുകാർ, അവരൊന്നും നല്ല രീതിയിലുള്ള അന്വേഷണം അവർ കാഴ്ചവെച്ചില്ല. തെളിവുകളെ നശിപ്പിക്കാനും ഇതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കാനും വേണ്ടി മാത്രമാണ് അവർ കരുതിയത്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഗവൺമെൻറ്റും തന്നെയായിരുന്നു, അവരുടെ പാർട്ടിയും തന്നെയായിരുന്നു. കാരണം
ഇതെല്ലാം പാർട്ടി ലോബികൾക്കുള്ളിലുള്ള ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ വരുമ്പോൾ അന്ന് കൊടുത്ത ഒരു സൽക്കാരത്തിന്, ഒരു സെൻഡ് ഓഫിന് വേണ്ടി ഈ ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന് അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി ഒത്തിരി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. അത് അദ്ദേഹം നഷ്ടപ്പെടുത്തിയെന്ന് ആലോചിക്കുമ്പോഴും അങ്ങനെയുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം കുടുംബത്തെ സ്നേഹിക്കുന്നതാണ്, ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നതാണ്, നാട്ടുകാരെ സ്നേഹിക്കുന്നതാണ്, ജനങ്ങളെ സ്നേഹിക്കുക. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടി ഉള്ള ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നും വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ സ്നേഹിക്കുകയും അവരുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു കൈക്കൂലി വരെ വാങ്ങാതെ എപ്പോഴും നല്ല സർവീസ് കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് ഭാര്യ മാത്രമല്ല, അദ്ദേഹവുമായി ഇടപെട്ട ഏതൊരു വ്യക്തികളും, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് പറയുകയായിരുന്നു, അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനല്ല, ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നും ആ കൈക്കൂലിക്ക് വേണ്ടി പല ഉഡായിപ്പ് നടത്തിയെന്നൊക്കെ കണ്ണൂരിലുള്ള ഈ ലോബികൾ പറഞ്ഞെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചില്ല. അതുകൊണ്ട് ഈ അന്വേഷണത്തിലൂടെ ശരിക്കും ഇതിന് വേണ്ടത് ഒരു CBI അന്വേഷണമാണ്. അതിലൂടെ സത്യങ്ങളെ കണ്ടെത്താൻ പറ്റും. അതിലൂടെ ഈ കോടതി വരാന്തകളിൽ കയറി ഇറങ്ങുന്ന പാവം പിടിച്ച ആ വിധവയ്ക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടി ഈ പുതിയ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് വേണ്ടതെല്ലാം ചെയ്യുമെന്നുള്ളൊരു നല്ല വിശ്വാസമുണ്ട്. അത് പ്രായോഗികമായ രീതിയിൽ അതിനുള്ളൊരു അന്വേഷണ സംഘം ഉണ്ടാകും. അതിന് വളരെ വൈകാതെ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്കെല്ലാം കാണാനും പറ്റും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കുകയും വേണം. എന്തായിരുന്നാലും ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ കണ്ണൂരിലുള്ള ഈ PP ദിവ്യയും അവരുടെ ലോബികളും ഇപ്പം തന്നെ ഏതാണ്ട് ബുദ്ധിമുട്ടിൽ ആയിക്കഴിഞ്ഞുകൊണ്ട് സമ്മർദ്ദങ്ങളിലാണ്. ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ അന്വേഷണം, ഒരു പുനരന്വേഷണം തുടരുമ്പോൾ തന്നെ നമുക്ക് ഓരോ വിവരങ്ങൾ കിട്ടും. അതിന് കിട്ടുന്നതനുസരിച്ച് ലൈഫ് വിഷൻ്റെ അപ്ഡേറ്റിൽ കൂടി എല്ലാ ശ്രോതാക്കളെയും അറിയിക്കുന്നതായിരിക്കും. ഇതാണ് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. അതായിരിക്കും ഇതിലൂടെ മറ്റുള്ളവരിൽ ഇങ്ങനെയുള്ളൊരു മോശമായ പ്രവണതകൾ പെടാതിരിക്കണം. അതിന് നവീൻ ബാബു ഒരു നിമിത്തമായി മാറട്ടെ. ഇതുവരെയും പിടിച്ചു നിന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആ 2 കുഞ്ഞുങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈശ്വരൻ സഹായിക്കും. അവരുടെ ആ പ്രയത്നത്തിന് ഫലമുണ്ടാകും. അതിനെല്ലാം നിയുക്ത നമ്മുടെ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും തീർച്ചയായിട്ടും അതിൻ്റെ വിജയം വരയ്ക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതിന് ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതൊരു നല്ലൊരു സന്തോഷ വാർത്തയാണ്. നാം അവരുടെ ദുഃഖത്തെ ഒന്ന് കാണണം. ഇതുവരെയും സഹിച്ച് ഇതുവരെ അവർ പിടിച്ചു നിന്ന് അവരുടെ ആത്മധൈര്യത്തിനും നമുക്ക് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതായുണ്ട്. ഒരിക്കൽ കൂടി അവർക്ക് അവരുടെ സത്യം കണ്ടെത്തുന്നവരെയും അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി അവർക്ക് ഉണ്ടാകട്ടെ. ഈശ്വരൻ അവർക്കുള്ള ശക്തിയും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.